ക്രീം ബൺ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നമുക്ക് ആദ്യം ഒരു കപ്പ് ചെറിയ ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 3 ടീസ്പൂൺ പഞ്ചസാര. ഇത് മൂന്നും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഇതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് നോക്കി. അതൊന്ന് പുളിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചത്, അര ടീസ്പൂൺ വാനില എസൻസ്, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്യാം. ഒരു വിസ്ക് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് ഞാനിപ്പോൾ 1.5 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കുറേശ്ശെയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടയില്ലാതെ കുറേശ്ശെയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ മൊത്തം മൈദ ഇട്ട് കൊടുത്തു. 1.5 കപ്പ് മൈദയാണ് ഞാൻ എടുത്തത്. അത് മൊത്തം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മൾ ഫുൾ മൈദ ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതൊരു 1/4 മണിക്കൂറോളം നമുക്കൊന്ന് അടച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിൻ്റെ ക്രീം റെഡിയാക്കി എടുക്കാം. ഓക്കെ, ഇതാ ഞാനിവിടെ ഒരു 50 ഗ്രാമോളം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് കുറേശ്ശെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീമിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് ഒന്നുകൂടെ നല്ലപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബണ്ണ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാൻ 3/4 മണിക്കൂറായി നമ്മുടെ ബാറ്റർ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. യെസ്, ഇപ്പം നല്ലപോലെ പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി എടുത്തിട്ട് നമുക്ക് ബണ്ണുണ്ടാക്കാനായിട്ട് തുടങ്ങാം.
ദേ ഇവിടെ ബണ്ണെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്രീം തേച്ച് കൊടുക്കാം. ഇതാ ഇങ്ങനെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതാ നമ്മുടെ ക്രീം ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ദേവാംശിന് കൊടുക്കാം. യെസ്, കിട്ടിയോ? എങ്ങനെയുണ്ട്? ഇഷ്ടമായ? സൂപ്പറാണ്. യെസ്, ടാറ്റ പറഞ്ഞേക്ക്. യെസ്, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.